ഹലോ, ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കി. മടന്ത മീൻസ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വറുത്തരച്ച് തീയലെന്ന് പറയും. മടന്ത എന്ന് പറയുന്നത് ചേമ്പും തടയില്ലേ, ചേമ്പും തട, കറുത്ത ചേമ്പും തട നല്ലതുപോലെ അരിഞ്ഞ്, അതായത് അവിയലരിയുന്ന കണക്ക് അരിഞ്ഞ് നല്ലതുപോലെ വെള്ളത്തിനകത്ത് തിളപ്പിച്ച് അതിൻ്റെ കട്ടും മറ്റേ ചൊറിയൊക്കെ ഉണ്ടല്ലോ അത് പോകാൻ വേണ്ടി നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് കുറച്ച് നല്ല തണുത്ത വെള്ളം ഇട്ട് കഴുകി മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങ വറുക്കണം. വറുത്ത് മാറ്റി വയ്ക്കണം. കുറച്ച് ഉള്ളി, സവാള, അതായത് കൊച്ചുള്ളിയും സവാളയും എല്ലാം കൂടെ മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് ഇതെല്ലാം കൂടെ അരിഞ്ഞ് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് വറുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് നല്ലതുപോലെ വഴണ്ട് വരണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ അരപ്പൊഴിക്കണം. കുറച്ച് തക്കാളിപ്പഴം ഇടാൻ മറക്കല്ലേ. ഉപ്പ് അനുസരിച്ചാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. കുറേ സമയം തിളച്ചിട്ട് ഒരു നല്ലൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലാക്കുക. ഒരുപാടങ്ങ് ലോ ഫ്ലെയിമിലാക്കണ്ട, പിന്നെ അത് വെന്ത് കുറുകി വരും. പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചി തന്നെയാണ്. എത്ര ചോറ് വേണമെങ്കിലും നമ്മൾ അറിയാണ്ട് കഴിച്ചു. അത്രയ്ക്കും രുചിയായിരുന്നു കേട്ടോ. നിങ്ങൾക്കും കിട്ടുന്നെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കും. നാട്ടുമ്പുറത്തൊക്കെ കിട്ടുന്നതാണ് ഈ മടന്ത. അത് കറുത്തതായാലും മതി, കറുത്തതാണെങ്കിൽ നല്ലതാണ് ഒന്നുകൂടെ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്.